GSTയുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ 22/9/2025 മുതൽ എപ്പിസോഡ് 1. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, അതും സംബന്ധിച്ച ആ അവസ്ഥയിൽ റീഫണ്ടുകൾ സ്പീഡിലാക്കാനുള്ള നിർദ്ദേശം GST കൗൺസിലിൻ്റെ 56ാമത്തെ മീറ്റിങ്ങിൽ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം റിസ്ക് ബേസ്ഡ് പ്രൊവിഷണൽ സാങ്ഷൻ ഓഫ് റീഫണ്ട് അറൈസിംഗ് ഔട്ട് ഓഫ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന പേരിൽ CGST ആക്ടിൻ്റെ 54 സെക്ഷൻ പ്രകാരം നികുതി റീഫണ്ട് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയിൽ പ്രതിപാദിച്ച തുകയുടെ 90% താൽക്കാലികമായി പ്രൊവിഷണലായി 7 ദിവസത്തിനുള്ളിൽ തന്നെ നികുതിദായകന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊടുക്കാനുള്ള സാഹചര്യം ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ MSME സെക്ടറുകാർക്ക് വളരെ അനുകൂലമാണ്. എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ? ഒരു സപ്ലൈയിലേക്കായി ഉപയോഗിച്ച ഇൻപുട്ടുകളുടെ റോ മെറ്റീരിയൽസിൻ്റെ ഇൻപുട്ടുകളുടെ അതേപോലെ സർവീസിൻ്റെ നികുതി നിരക്ക് ആ ഔട്ട്വേർഡ് സപ്ലൈയുടെ നിരക്കിനേക്കാൾ കൂടുതലായിരുന്നുവെങ്കിൽ ആ സാഹചര്യത്തെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നു. അത്തരം സാഹചര്യങ്ങളിൽ സപ്ലയർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അധികമായി വന്ന അയാളുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ GST പോർട്ടലിലെ ക്രെഡിറ്റ് ലെഡ്ജറിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന നികുതി ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ റീഫണ്ട് ഫെസിലിറ്റി മൂലം അക്യുമുലേറ്റായി കിടക്കുന്ന തുകയ്ക്ക് റീഫണ്ട് കിട്ടാൻ ഇപ്പോൾ നിലവിലുള്ള ഫോർമാലിറ്റീസൊക്കെ മാറുന്നു. ഒരു ഉദാഹരണത്തിന് സപ്ലയറുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ GST നിരക്ക് 5%, പ്രൊഡക്റ്റിൻ്റെ GST നിരക്ക് 5%. അയാൾ സപ്ലൈക്കായി വാങ്ങുന്ന റോ മെറ്റീരിയൽസ്, സേവനങ്ങൾ അവ 18% എങ്കിൽ അവിടെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം വരുന്നു. ഒരു സപ്ലയറുടെ ഇൻപുട്ട് ഒരു മാസം 10 ലക്ഷം രൂപ വരുന്നു. അതിൻ്റെ നികുതി 1,80,000 രൂപയാണെന്ന് വിചാരിക്കുക. ആ സപ്ലയർ ഔട്ട്വേർഡ് സപ്ലൈ നടത്തുമ്പോൾ 15 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റാണ് അദ്ദേഹം വിൽപ്പന നടത്തിയതെന്ന് വിചാരിക്കുക. 15 ലക്ഷം രൂപയുടെ നികുതി 5%-ലാവുമ്പോൾ 75,000 രൂപ മാത്രമാണ് ആ സാധനത്തിൻ്റെ ഔട്ട് വേർഡ് സപ്ലൈ ലേബിലിറ്റി. അങ്ങനെ വന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 1,80,000 രൂപ ഇൻപുട്ട് കൊടുത്തത് മൈനസ് ടാക്സ് ലേബിലിറ്റി 75,000, ബാക്കി 1,05,000 രൂപ അദ്ദേഹത്തിന് ആ സമയബന്ധിതമായി അപേക്ഷ കൊടുത്താൽ റീഫണ്ടായി കിട്ടും. 90% ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലഭ്യമാകും. അങ്ങനെയുള്ള അനുകൂലമായ അവസ്ഥ നവംബർ മുതൽ GSTയിൽ വരുത്തും എന്നാണ് അറിയുന്നത്.